ഹായ് ബേബീസ്, ഇന്ന് നമ്മൾ സക്സസ് ആയ റെസിപ്പിയുള്ള വീഡിയോസെല്ലാം ഇടല്. അപ്പോൾ ഇന്ന് ഫ്ലോപ്പായ 3 വീഡിയോസാണ് ഇടാൻ പോണത്. അപ്പം നമുക്ക് അടുക്കളയിൽ അബദ്ധങ്ങളും പറ്റാം എന്നുള്ളതിനുള്ള വീഡിയോസാണ് ഈ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ ചോറ് കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇങ്ങനെ കാണുക. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വേവിച്ച് വെച്ച പഴയ വറ്റുണ്ടായിരുന്നു, അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചപ്പും മുളകും പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെച്ച്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ട് അതിലേക്ക് ഇട്ടപ്പോഴാണ് എൻ്റെ അബദ്ധം മനസ്സിലായത്. ഇതാ വീഡിയോയിൽ കാണിക്കണ പോലെയാണ്. ഓരോന്ന് സ്പൂണിലാക്കിയിട്ട് ചൂടുള്ള എണ്ണയൊക്കെ ഇട്ടെടുത്തപ്പം ഒക്കെ പാടെ കഴിഞ്ഞിട്ട് ഒരു രൂപ അയക്കണം. അപ്പോൾ അബദ്ധം എന്താണെന്ന് മനസ്സിലായി, കുറച്ച് വെള്ളം ഏറിയിക്കണമെന്നാണ്. അപ്പം ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവം ഉണ്ടാക്കണവരോട് അധികം പൊടി ഇട്ടിട്ട് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് വറ്റേ കൂട്ടണുള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷെ വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ കുറച്ച് തോനെ ചോറും കുറച്ച് പൊടിയാണ്, പക്ഷെ കുറേ പൊടിയും കുറച്ച് വറ്റേ ചേർക്കണുള്ളൂ. അങ്ങനെ കുറച്ചും കൂടി ഉപ്പും അരിപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് ഞങ്ങളിവിടെ കുഴച്ചെടുത്ത് എന്നിട്ട് പൊരിച്ചെടുത്ത്. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളി. അപ്പോൾ അടുത്ത ഫ്ലോപ്പായ വീഡിയോ ആണ് ഉഴുന്ന് വട എന്ന് വെച്ചാൽ 3-4 വട്ടം ഞാൻ ഉണ്ടാക്കിയിരിക്കണം, ഒക്കെ കൊളാവ് തന്നെയാണ്. ഇതും കൊളായില്ല എന്ന് പറയാം, അത്രക്കൊരു രീതി ആയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുതിർത്ത് വെച്ച ഉഴുന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ 3-4 വട്ടം ഉണ്ടാക്കിയപ്പോഴും ഞാൻ അരച്ചെടുക്കാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, പൊടിച്ചെടുക്കുക എന്നാണ് പറയേണ്ടത് കേട്ടോ. കാരണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എല്ലാ പ്രാവശ്യവും അബദ്ധം പറ്റുന്നത് ഇതാണ്, വെള്ളം ഏറിയിട്ട് ഇതിൻ്റെ വടൻ്റെ ഷേപ്പ് ആവില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ചൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇറ്റിച്ചിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തതാണ് ചെയ്തത്. ഉഴുന്നുവട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരോടാണ് ഈ പറയുന്നത് കേട്ടോ. കുതിർത്ത് വെച്ചതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊളാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കാട്ടിട്ടാ. കാരണം ഉഴുന്നുവട ഞാൻ എന്നുണ്ടാക്കിയാലും ഇങ്ങനെയാണ് ആവുക. സക്സസ് ആവണവരുണ്ടാവും, അപ്പോൾ അവർക്കൊരു സിമ്പിളാവും ഇത്. അപ്പോൾ നിങ്ങളെ റെസിപ്പി നിങ്ങൾ എന്താ കാട്ടിലെന്ന് പറഞ്ഞു തരണേ. ഇനി അടുത്തത് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കുക എന്നാണ്. ഇതിൽ അരച്ച് വെച്ചതിലേക്ക് നമ്മൾ പൊരിക്കണ നേരത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, ചപ്പ്, കുരുമുളക് പൊടി, ഉപ്പ്, അതൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് വേറെ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുളകും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എരിവ് മതി, ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാം കുനുകുനായിട്ട് അരിയാൻ ശ്രമിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്, ഇതൊക്കെ അരിഞ്ഞു വെച്ചത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ പൊരിക്കുന്ന ടൈമിൽ നല്ലോണം ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്നാമത്തെ കാര്യം പറയാൻ കാരണം എന്താണ്, ഇത് ഇങ്ങനെ ഇട്ടാലും വെള്ളം ഇറങ്ങും, അപ്പോൾ ഈ ഉഴുന്നുവടൻ്റെ ഷേപ്പ് കിട്ടൂല. ഈ അബദ്ധം എനിക്കൊരു വട്ടം സംഭവിച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ട് മൂടി വെച്ച്. കുറേ കഴിഞ്ഞതിന് ശേഷം പൊരിക്കുന്ന ടൈമൊക്കെ ആയപ്പോൾ ഇതേപോലെ എല്ലാം അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് എല്ലാം കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ടാണ്. അപ്പോഴാണ് പിന്നെ ഇന്ത്യയിൽ വെള്ളം കൂടിയിരിക്കണമെന്ന് മനസ്സിലായത്. അപ്പോൾ ഒന്ന് ക്രിസ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കാം. പിന്നെ അരിപ്പൊടി ചേർക്കാത്തവരൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ പിടിയെടുത്തതിന് ശേഷം കുറച്ച് കൈയിൻ്റെ ഉള്ളനടിയിൽ എണ്ണയോ വെള്ളമൊക്കെ ചേർത്തിട്ട് വടൻ്റെ ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഷേപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളെ പൊങ്കാലിടാനൊന്നും വരില്ല. അപ്പോൾ എണ്ണ ചൂടായിലേക്ക് ഞാൻ ഇങ്ങനെ ഓരോന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നുവടേൻ്റെ മാസ്റ്റേഴ്സ് ഒന്ന് ഈ വീഡിയോ കാണാൻ നിൽക്കണ്ട കേട്ടോ, അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തു. പിന്നെയാണ് അടുത്ത റെസിപ്പി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണെന്ന് വിചാരിക്കും, ഉപ്പുമാവ്. കാരണം സിമ്പിളായിട്ടുള്ള നമ്മൾ രാവിലത്തെ ഫുഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കാരണം എളുപ്പപ്പണിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കൽ ആദ്യം ഉപ്പുമാവാണ്. പക്ഷേ എനിക്ക് സിമ്പിളല്ലാത്തൊരു സാധനമാണ് ഈ ഉപ്പുമാവ്. ഞാൻ എന്നുണ്ടാക്കുകയാണെങ്കിലും ഉപ്പേറും, അല്ലെങ്കിൽ വെള്ളമേറും, അല്ലെങ്കിൽ വേവില്ല. അങ്ങനെ 3 പ്രശ്നങ്ങളായിട്ടാണ് നടക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉപ്പുമാവ് നമ്മളെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റംസ് അല്ലേ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവരോടാണ് ഈ പറയണത്, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ സക്സസ് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഉപ്പുമാവിൽ എണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് പരിപ്പിട്ട് കൊടുക്കും. എന്നിട്ട് പച്ചക്കടല
കുതിർത്ത് വെച്ചത് എണ്ണയ്ക്ക് ഇട്ടെടുത്താൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ഐഡിയ ഈ പറയാൻ പോകണം കേട്ടോ. കാരണം എന്താ അറിയോ, പച്ചക്കടല കുറച്ച് വേവാൻ ബുദ്ധിമുട്ടുള്ള ഒരു ധാന്യമാണ്. അപ്പം നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ നല്ല വേവും. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൽ വേവിക്കണമല്ല. അപ്പം മാഗിക്കൊക്കെ നമ്മളിങ്ങനെ ഐഡിയ ചെയ്താൽ പെട്ടെന്ന് വെന്തിട്ടിട്ടാ. അങ്ങനെ പിന്നെ അതിലേക്ക് ഞങ്ങൾ ഉള്ളിയും കറിവേപ്പിലും കുറച്ച് ഇഞ്ചിയും ഒന്ന് ഗ്യാസ് വരാതിരിക്കാൻ ഒരു വെളുത്തുള്ളി ഇട്ടാ, ഒരു അല്ലി വെളുത്തുള്ളി അതും ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് ഞാൻ പറയാൻ പോണത്, ഒരു ഗ്ലാസ് റവ ആണെങ്കിൽ നിങ്ങൾ 3/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 ഗ്ലാസ്സോ വെള്ളം ഒഴിക്കുക. എത്രയാണോ റവ എടുക്കണത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഓവർ ആവാനും പാടില്ല, കുറയാനും പാടില്ല. എന്നിട്ട് നല്ലൊന്ന് തിളപ്പിക്കുക. പിന്നെ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വേവിച്ച് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. പിന്നെ നല്ല ചട്ടകം കൊണ്ട് തന്നെ അടി കുതിർത്ത് കൊടുക്കുക. പിന്നെ ഈ കട്ടായി നിൽക്കണമെന്നും ചിലവർക്ക് ഇഷ്ടപ്പെടൂല കേട്ടോ. അതിനാണ് ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് കുത്തി ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ടേസ്റ്റ് ഉപ്പുമാവാണ്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് സാധനം. അപ്പോൾ ആദ്യമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ആവും ഉറപ്പാണ്.